Hi all, welcome back to Xylem Learning. Abdullah സാറാണ്. നമ്മുടെ ഇൻഡസ്ട്രീസ് എന്നുള്ള ജിയോഗ്രഫിയിലെ ചാപ്റ്റർ മക്കളെല്ലാവരും പഠിച്ചു. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് അല്ലേ. അത് നമ്മുടെ ഭോപ്പാൽ ഉണ്ടായിട്ടുള്ള ട്രാജഡി അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള ഡിസാസ്റ്ററിനെ കുറിച്ചും അതുപോലെ തന്നെ ചൈനയിൽ ഉണ്ടായിട്ടുള്ള ഡിസാസ്റ്ററിനെ കുറിച്ചൊക്കെയാണ് ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാനുള്ളത് നമുക്ക്. അപ്പോൾ ആ ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഈ ഒരു ചാപ്റ്ററിൽ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ എന്താണ്, അതിനുള്ള എന്താ പറയുക, ഏതൊക്കെ രീതിയിൽ നമുക്കത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ മെഷേഴ്സ് ആണ് അതിനുള്ളത്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റും ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട റീസൺസ് അല്ലെങ്കിൽ കോസസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്ന പോലെ ടെക്നിക്കൽ ഫെയിലിയർ, ഒന്നെങ്കിൽ എന്തായിരിക്കും അത് ടെക്നിക്കൽ ഫെയിലിയർ ആയിരിക്കും. ടെക്നിക്കൽ ഫെയിലിയർ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം, ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സിനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെ കെയർലെസ് ആയിട്ട് അല്ലെങ്കിൽ ഇറസ്പോൺസിബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും എന്ത് സംഭവിക്കാം, ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ് സംഭവിക്കും. അപ്പോൾ ഇറസ്പോൺസിബിൾ ഹാൻഡ്ലിംഗ് ഓഫ് ഹസാർഡസ് മെറ്റീരിയൽ നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മൾ എല്ലാ കൈൻഡ് ഓഫ് മെറ്റീരിയൽസും യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഈ പറയുന്ന ഹസാർഡസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ എന്താണ് ലൈക്ക് പോയിസൺസ് ഒക്കെ അടങ്ങിയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി നമ്മൾ അതിൽ കോൺഷ്യസ് ആയിരിക്കണം അല്ലേ. അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി എന്ത് തന്നെയാണ്, ഡിസാസ്റ്റർ തന്നെയായിരിക്കും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സിനുള്ള കാര്യം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒന്നെങ്കിൽ ടെക്നിക്കൽ ഫെയിലിയർ ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ ഇറസ്പോൺസിബിൾ ആയിട്ട് അല്ലെങ്കിൽ കെയർലെസ് ആയിട്ട് ഉപയോഗിക്കുന്നതും ഹാൻഡിൽ ചെയ്യുന്നതും അതിന് കാരണമാവാം. ഇത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ് ഭോപ്പാൽ ഡിസാസ്റ്റർ. ഡിസംബർ 1984 ഭോപ്പാൽ ഡിസാസ്റ്റർ ഉണ്ടാകുന്നത്. പുലർച്ചെ എന്താ പറയുക 12:30 അല്ലെങ്കിൽ പുലർച്ചെയാണ്, ഏർലി മോർണിംഗ് ആണ് എന്തുണ്ടാവുന്നത്, ഈ ഒരു ഡിസാസ്റ്റർ സംഭവിക്കുന്നത്. ഓക്കെ, ഈ പറയുന്നത് ഭോപ്പാൽ ഉണ്ടാവുന്ന യൂണിയൻ കാർബൈഡ് പെസ്റ്റിസൈഡ് ഫാക്ടറിയിലാണ് സംഭവിക്കുന്നത് ഈ ഒരു ഡിസാസ്റ്റർ സംഭവിക്കുന്നത്. അതിൽ നമ്മളിവിടെ പറയുന്നുണ്ട് മിഥൈൽ ഐസോസിനേറ്റും അതുപോലെ തന്നെ ഹൈഡ്രജൻ സൈനൈഡും ഒക്കെ എന്ത് ചെയ്യാണ്, ലീക്ക് ആയതിന്റെ ഭാഗമായിട്ടാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത്, ഈ പറയുന്ന ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അതിന്റെ ഇമ്പാക്ട്, ഏതൊക്കെ രീതിയിലാണ് അതിന്റെ കോൺസിക്വൻസസ് സഫർ ചെയ്യേണ്ടി വന്നതെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഒഫീഷ്യൽ ഡെത്ത് നമ്പേഴ്സ് എന്ന് പറയുന്നത് 3,598 പീപ്പിൾസ് ആർ ഡെഡ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഹെൽത്ത് ഇഷ്യൂസ്, ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ ഇമ്പാക്ട് ഇമ്മ്യൂൺ സിസ്റ്റം, അങ്ങനെ പല കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഇതിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ. ഈ പറയുന്ന ആരൊക്കെയാണ് ഇതിൽ സർവൈവ് ചെയ്യുന്നത് അവരും എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ രീതിയിൽ തന്നെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സഫർ ചെയ്യേണ്ട സിറ്റുവേഷനും ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന ഭോപ്പാലിൽ ഉണ്ടായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്ററിലൂടെ സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് ഭോപ്പാൽ ഡിസാസ്റ്റർ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ ഇൻ ദ ഹിസ്റ്ററി, നമ്മൾ എന്താ പറയുക ചരിത്രത്തിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ ആയത് ഭോപ്പാൽ ഡിസാസ്റ്റർ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഈ ഒരു ഡിസാസ്റ്ററിലൂടെ നമ്മൾ എന്താണ് നമുക്കതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിക്കുമ്പോൾ ആഫ്റ്റർ ദാറ്റ് റിയലൈസ് ചെയ്യാണ്, അതായത് എത്രത്തോളം നമ്മളത് കോൺഷ്യസ് ആയിരിക്കണം, ഹസാർഡ്സ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ എത്രത്തോളം കോൺഷ്യസ് ആയിരിക്കണം, എത്രത്തോളം റെസ്പോൺസിബിൾ ആയിരിക്കണം എന്ന കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ആളുകൾക്ക് ചിന്തിക്കാനും അതുപോലെ തന്നെ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ സേഫ്റ്റി മെഷേഴ്സ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാനും പുതിയ ലോസ് ഒക്കെ മേക്ക് ചെയ്യാനും എന്ത് കാരണമായിട്ടുണ്ട്, ഈ ഭോപ്പാലിൽ ഉണ്ടായിട്ടുള്ള ട്രാജഡി കാരണമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് പീപ്പിൾസ് മരിച്ചിട്ടുണ്ട്, അതേസമയം തന്നെ ഇതിലൂടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, പിന്നീട് ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്ത് കാണാൻ പറ്റും, പിന്നീട് അത്തരത്തിലുള്ള എന്താ പറയുക ഡിസാസ്റ്റർ സംഭവിക്കാതിരിക്കാൻ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സും കാര്യങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സിമിലർ വേ തന്നെയാണ് ഗാഖ്യോ എന്ന് പറയുന്ന സ്ഥലത്തും ചൈനയിലാണ് ഈ പറയുന്ന പോലെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഒരു ഗ്യാസ് വെൽ ബ്ലോ ഔട്ട് ആണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. 23 ഡിസംബർ 2005 നമുക്ക് സംഭവിച്ചിട്ടുള്ളത് കാണാൻ പറ്റും. ഇപ്പോൾ അതിലും നമ്മൾ പറയുന്നുണ്ട് എന്താണ് 9,000 പീപ്പിൾസ് വെർ ഈ പറയുന്ന പോലെ തന്നെ ഇൻജോർഡ് ആണ്, അപ്പോൾ തന്നെ 243 പീപ്പിൾസ് വെർ ഡൈഡ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി അതിന്റെ കോസ് നോക്കുകയാണെങ്കിൽ ഇൻഎബിലിറ്റി ടു എസ്കേപ്പ് ആഫ്റ്റർ എക്സ്പ്ലോഷൻ, ഈ പറയുന്ന ഗ്യാസ് വെൽ ബ്ലോ ഔട്ട് ആയതിനു ശേഷം എന്ത് ചെയ്യാൻ പറ്റില്ല, ആളുകൾക്ക് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഐ ബേൺസും സ്കിൻ ബേൺസും ലങ് ഡാമേജ് ഒക്കെയാണ് ഇതിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ് സംഭവിക്കുമ്പോൾ എങ്ങനെ നമുക്കത് റിഡ്യൂസ് ചെയ്യാം, ഇൻഡസ്ട്രീസിൽ ഇങ്ങനെയുള്ള ഡിസാസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അതിനെ കുറക്കാൻ അല്ലെങ്കിൽ അതിനെങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം, അതിനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് റിസ്ക് റിഡക്ഷൻ മെഷേഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഏരിയാസിന്റെ നിയറസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സറൗണ്ടിങ്സിൽ ആ ഒരു പ്രിമൈസസിൽ മാക്സിമം എന്ത് ചെയ്യാതിരിക്കുക, ആളുകൾ താമസിക്കാതിരിക്കുക. റെസിഡൻഷ്യൽ ഏരിയ കുറച്ചും കൂടി എന്ത് ചെയ്യുക, കുറച്ചും കൂടി ലോങ് പ്ലേസസിലേക്ക് ഇൻഡസ്ട്രിയൽ ഏരിയാസിന്റെ പ്രിമൈസസിൽ ആവാതിരിക്കുക എന്നുള്ളതാണ് ഒന്ന്. അതുപോലെ തന്നെ ആളുകൾക്ക് അതിന്റെ തൊട്ടടുത്തുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അതിന്റെ സറൗണ്ടിങ്സിലുള്ള ആളുകൾക്ക് എന്ത് കൊടുക്കുക, ഈ പറയുന്ന ഹസാർഡ് സബ്സ്റ്റാൻസസ് ഒക്കെ എവിടെ ഉണ്ട്, ഈ ഇൻഡസ്ട്രീസിലുണ്ട് അല്ലെങ്കിൽ ഈ ഫാക്ടറിയിലുണ്ട്, അതിന് കുറച്ചൊരു എഡ്യൂക്കേഷൻ കൊടുക്കുക, അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഫയർ വാർണിംഗ് സിസ്റ്റം ഒക്കെ കുറച്ചും കൂടി അപ്ഗ്രേഡ്
അവോയ്ഡ് ചെയ്യുക എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ടോക്സിക് സബ്സ്റ്റാൻസസിനൊക്കെ എന്ത് ചെയ്യാണ്, സ്റ്റോറേജ് കപ്പാസിറ്റി ലിമിറ്റ് ചെയ്യുക. അതിനൊക്കെ എന്താ പറയുക, എത്രത്തോളം ഈ പറയുന്ന ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റാൻസസ് അല്ലെങ്കിൽ പറയുന്ന ഹസാർഡ്സ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പറ്റും, അതിനൊക്കെ ഒരു നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പൊല്യൂഷൻ ഡിസ്പേർഷൻ ടെക്നോളജീസ് കുറച്ചും കൂടി ഇമ്പ്രൂവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുക, ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസ് ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു ടാസ്ക് തരാണ്. അതായത് നമ്മുടെ സറൗണ്ടിങ്സിലും ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവിടെ എത്രത്തോളം സേഫ്റ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മേ ബി ചില കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മക്കളൊരു പോസ്റ്റർ മേക്ക് ചെയ്യുക. ഓക്കെ, ഒരു പോസ്റ്റർ തയ്യാറാക്കുക. എന്താണ്, നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ആളുകൾക്ക് ഒരു അവയർനെസ് കൊടുക്കുക. ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിലൊക്കെ എന്തുണ്ട്, ഇത്തരത്തിലുള്ള ഹസാർഡ്സ് ആയിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനടുത്ത് പോകുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒക്കെ എന്ത് ചെയ്യണം, അത്രത്തോളം എന്താ പറയുക, കെയർഫുൾ ആയിട്ടായിരിക്കണം ചെയ്യേണ്ടത് എന്നൊരു അവയർനെസ് കൊടുക്കുക. നമുക്കുള്ളൊരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം മക്കളെ. താങ്ക് യു ഓൾ, ബൈ.